വെൽക്കം ആൾ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രെയിം എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഞാൻ കാണിക്കുന്നത് കൊറിയർ ചെയ്യുന്ന ടൈപ്പ് അല്ല. കൊറിയർ ചെയ്യുകയാണെങ്കിൽ അതിന് സ്പെഷ്യലായിട്ടുള്ള പാക്കിങ് വേണം. ഇതങ്ങനെയല്ല, ഞാൻ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ കയ്യിലാണ് കൊടുത്തത്, ഡയറക്റ്റാണ് കൊടുത്തത്, അല്ലാതെ കൊറിയർ ചെയ്തതല്ല. അപ്പോൾ കൊറിയർ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ പാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്ലാസ് ഫ്രെയിമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബോക്സ് ആണെങ്കിൽ തന്നെ നമ്മൾ ക്ലിംഗ് റാപ്പ് ഇട്ടൊന്ന് റാപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഡസ്റ്റും കാര്യങ്ങളും ഒന്നും അതിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിംഗ് റാപ്പ്. അതുപോലെ തന്നെ സെക്യൂറായിട്ട് നിന്നോളും. നമ്മൾ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ പോലും സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലിംഗ് റാപ്പ് ഇട്ടൊന്ന് റാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലിംഗ് റാപ്പ് നിങ്ങൾക്ക് സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും, ബുക്ക് സ്റ്റോറിൽ കിട്ടും. അതേപോലെ തന്നെ ഫാൻസി സ്റ്റോർ അങ്ങനെയൊക്കെയുള്ള ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് കിട്ടുന്നിടത്തൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ക്ലിംഗ് റാപ്പ് ഇട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് പാക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ റാപ്പിംഗ് ഷീറ്റ് ഇട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. റാപ്പിംഗ് ഷീറ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വിൻറ്റേജ് മോഡലുള്ള റാപ്പിംഗ് ഷീറ്റാണ്. പല ടൈപ്പിൽ നമുക്ക് കിട്ടും, പല ക്വാളിറ്റിയിൽ കിട്ടും. അപ്പം നമ്മളിവിടെ നോർമൽ ക്വാളിറ്റിയിലുള്ള വിൻറ്റേജ് ടൈപ്പിലുള്ള ഒരു പാക്കിംഗ് ഷീറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഫ്രെയിമിൻ്റെ സൈസിൽ നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഒരു താങ്ക് യു കാർഡും വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഫ്രെയിമിൻ്റെ സൈസിൽ എടുത്തിട്ടുള്ള ഒരു റാപ്പിംഗ് ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ റാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് പാക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് റാപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. നമുക്കിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ, ടിഷ്യൂ ടൈപ്പുള്ള സ്റ്റിക്കറില്ലേ, അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടും. ഞാനിവിടെ സെല്ലോ ടേപ്പാണ്, സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ സെല്ലോ ടേപ്പില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 4 വശവും ഇതേപോലെ റാപ്പിംഗ് ഷീറ്റ് ഇട്ട് നന്നായിട്ട് സെക്യൂറായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞു. പാക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ഒരു താങ്ക് യുവിൻ്റെ സ്റ്റിക്കറും കൂടെ വെക്കുകയാണ്. അപ്പം താങ്ക് യു സ്റ്റിക്കറും കൂടെ ഞാനിവിടെ വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്റ്റിക്കറാണിത്. നമുക്കല്ലാതെ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്തു. ഇതാണ് നമ്മുടെ പാക്കിങ്. ഇങ്ങനെയാണ് നമ്മൾ അടുത്തൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്.